ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ എല്ലാവരും കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ നോക്കിയിട്ട് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരൊന്ന് എഴുതി വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് അതിൽ എഴുതി വെച്ചോ. ഒന്നാമതായിട്ട് റോൾ ഓഫ് MSME, റോൾ ഓഫ് MSME കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തത് റോൾ ഓഫ് MSME. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഫിനാൻസ് പ്രൊവൈഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻസ് പ്രൊവൈഡിങ് എഴുതിക്കോട്ടെ എല്ലാവരും, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ സിഡ്ബിയൊക്കെയാണ് കൂടുതലും ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മൂന്നാമതായിട്ട് പ്രോബ്ലംസ് ഓഫ് MSME അല്ലെങ്കിൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദം, പ്രോബ്ലംസ് ഓഫ് MSME ചോദിക്കാറുള്ളതാണ്. പിന്നെ ചാപ്റ്ററിൽ ലാസ്റ്റായിട്ട് നോക്കേണ്ടത് 2 ടേംസ് ആണ്, ദാറ്റ് ഈസ് കോപ്പി റൈറ്റും പിന്നെ അതേപോലെ പേറ്റൻറ്റ്. ഇത്രയും സെക്ഷൻസ് ആണ് പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിച്ച് കണ്ടേക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു 8 മണിവരെയുള്ള ഒരു ടൈം കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, പഠിച്ചു തീർക്കണം. ഓക്കെ, എൻ്റെ ഒപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട്, കുറേ നമുക്ക് ഒപ്പം പഠിക്കാനുണ്ട്. ഒപ്പം പഠിച്ചു പോവുക. ഒപ്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യണ്ട, നമുക്ക് തുറന്നു നോക്കേണ്ട അവസ്ഥയില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. ഇന്ന് ഈ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചാപ്റ്റർ റിവിഷൻ ചെയ്യാൻ പോലും എടുക്കേണ്ട വരരുത്, അത്രയും പെർഫെക്റ്റ് ആകണം കേട്ടോ. എത്രയോ വേഗം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ചെയ്ത് അതല്ലെങ്കിൽ പഠിച്ചു കഴിയുന്നു അത്രയും വേഗം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് പോകാം. ഓക്കെ, അപ്പോൾ സമയം കളയാതെ ചാപ്റ്ററിലോട്ട് പോകുന്നു. ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പഠിക്കുന്നത് എന്താണ് സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. എന്താണ് സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ചോദിക്കാനായിട്ട് ചാൻസ് കുറവാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ് ആസ് എ ക്രൈറ്റീരിയ ടു ഡിഫൈൻ ദ സ്മോൾ ബിസിനസ്. ഒരു ചെറിയ ബിസിനസ് എന്ന് നമ്മുടെ ഗവൺമെൻറ് ഒരു കാര്യത്തെ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ. പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ച് വേഗം ഓരോ സ്ലൈഡും ഒപ്പം പഠിച്ചു പോകണം കേട്ടോ. ജനറലി സ്മോൾ ബിസിനസ് ആർ ഓർഗനൈസ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ദ MSMED Micro, Small and Medium Enterprise Development Act 2006 classified the small business into 2 major categories, that is service enterprise, manufacturing enterprise. വേഗം ഒന്ന് പഠിച്ചോ, വേഗം കേട്ടോ. ഒപ്പം പഠിച്ചു പോകണം. എഴുതി വെക്കേണ്ടത് എഴുതിയും വെച്ചോ കേട്ടോ. ഷോർട്ടായിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം തോന്നുന്നത് എഴുതി വെച്ചോ. മെറ്റീരിയൽ അവിടെ ഉണ്ടാവും, ഇരുന്നോട്ടെ. ഒരു നോട്ട്ബുക്ക് നിർബന്ധമായിട്ടും വേണം, ഒപ്പം എഴുതി പോകണോട്ടെ എല്ലാവരും. ഇപ്പോൾ ഈ മീനിങ് ഓഫ് സ്മോൾ എൻ്റർപ്രൈസ് ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഒരു ബിസിനസ്സിൻ്റെ സ്മോൾ ആണോ വലുതാണോ എന്ന് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും എന്തിൻ്റെ ബേസിലായിരിക്കുള്ളൂ, അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിലായിരിക്കുള്ളൂ. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഇത് ഓർഗനൈസ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും പ്രൈവറ്റ് സെക്ടർ ആയിരിക്കുള്ളൂ. MSMED 2006 ഈ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് ആക്ട് 2006 ഈ ആക്ടാണ് നമ്മുടെ സ്മോൾ ബിസിനസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് സർവീസ് എൻ്റർപ്രൈസ് ആൻഡ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ്. ഇത്രയും സെക്ഷനിൽ നിന്ന് എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ആൻഡ് ചെയ്ത് വേഗം. ഇത്രയും സെക്ഷനിൽ നിന്ന് എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ വേഗം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ സ്മോൾ ബിസിനസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഏതാ? പിന്നെ ഇത് സ്മോൾ ആ ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന ആക്ട് ഏതാണ്? 2006 വന്നേക്കുന്ന ഈ ഒരു ആക്ടാണ്. ഇനി അതേപോലെ തന്നെ എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ സ്മോൾ എൻ്റർപ്രൈസ് എന്നുള്ള പേര് എപ്പോഴും അതിന് കൊടുക്കാറുള്ളത്? ഇത്രയും സെക്ഷൻസ് എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, ഞാൻ വേഗം ചോദിക്കും, സ്പീഡിൽ പറയണം. ഓക്കെ, ഏറ്റവും ആദ്യം അഭിനവ് ചേട്ടാ പറഞ്ഞോ, എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ നമ്മുടെ ബിസിനസ് സ്മോൾ ആണോ മീഡിയം ആണോ ലാർജ് ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? ഡെവലപ്മെന്റാ? എന്തൊട്ട് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബിസിനസ് ഈ പറഞ്ഞ സ്മോൾ ആണോ വലുതാണോ എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? പ്രൈവറ്റ് സെക്ടറാ. ഒരൊറ്റ ഇടിക്ക് ഞാൻ പിടിച്ചിട്ട് നീ ശ്രദ്ധിച്ചിരുന്നവരേക്ക് വൈക പറഞ്ഞു കൊടുത്തേതാണ് സാർ. എല്ലാവർക്കും അഡ്മിറ്റ് ഓപ്ഷൻ കൊടുത്തരല്ലേ? കൊടുത്തോട്ടോ. ഓക്കെ, പറഞ്ഞോ, കേട്ടില്ല. ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അടുത്തൊരാളെ വിളിക്കാം. അടുത്തത് പറഞ്ഞോ. ഇതിന് സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ MSME ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. ആ ഒരു ആക്ടിനെ പറയുന്നതാണ് എന്ത്? രേവതി പറഞ്ഞോ, ഏത് ആക്ടാ? 2006 ആക്ടിന്റെ പേരെന്താ?
സ്മോൾ ബിസിനസ് എന്നല്ല, MSMED എന്ന് വേണം ഇവിടെ പറയാനായിട്ട്. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് ഡെവലപ്മെന്റ്സ് എന്ന് വേണം പറയാൻ. ആ ഒരു ആക്ട് 2006 പ്രകാരമാണ് ഈ പറയുന്ന സ്മോൾ ബിസിനസ്സുകൾ വന്നേക്കുന്നത്. അടുത്തൊരാൾ വിളിക്കുന്നു. അടുത്ത് ശരത് എബ്ര, നമ്മുടെ സ്മോൾ ബിസിനസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ, ഏതാ? മാനുഫാക്ചറിങ് എന്റർപ്രൈസും. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ച എല്ലാവരും. ഇതുവരെ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെ നോക്കണം, വേഗം പഠിച്ചുകൊള്ളണം. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒരു ബിസിനസ് സ്മോൾ ആണോ ലാർജ് ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്തിട്ടിരിക്കും. രണ്ട്, ആ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു ആക്ടാണ് MSMED 2006 എന്ന് പറയുന്നത്. പിന്നെ ഈ ആക്ട് അനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സർവീസ് എന്റർപ്രൈസും, രണ്ട് മാനുഫാക്ചറിങ് എന്റർപ്രൈസും. ഇത് ബേസ് ചെയ്തിട്ട് ഒരു ടേബിൾ നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. പക്ഷേ ആ ടേബിൾ അവിടെ ഇരുന്നോട്ടെ, നമുക്കിത് എഴുതി പഠിക്കണം കേട്ടോ, വേഗം. അപ്പോൾ എൻ്റെ ഒപ്പം എഴുതിക്കൊള്ളണം. ഏറ്റവും ആദ്യം ടൈപ്സ് ഓഫ് സ്മോൾ യൂണിറ്റ്സ് ഇൻ ഇന്ത്യ. എല്ലാവരും നോട്ട് ബുക്കിലേക്ക് വേഗം ഒന്ന് എഴുതിയേ. ടൈപ്സ് ഓഫ് സ്മോൾ ബിസിനസ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ. ടൈപ്സ് ഓഫ് സ്മോൾ യൂണിറ്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ഞാൻ പറയുന്നത് മാത്രം എഴുതിപ്പോയാൽ മതി കേട്ടോ. എഴുതുന്നത് സ്പോട്ടിൽ പഠിക്കാൻ വേണം. ഓക്കെ, യെസ്, എല്ലാവരും, ഒരാൾ പോലും വെറുതെ ഇരിക്കരുത്. അതെ എഴുതണല്ലേ? ഓക്കെ, യെസ്. അതിൽ ടൈപ്സ് ഓഫ് സ്മോൾ ബിസിനസ്, അത് എപ്പോഴും ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന് അനുസരിച്ചിരിക്കും ഈ പറഞ്ഞ ബിസിനസ് കേട്ടോ. എപ്പോഴും അത് ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ ഇരിക്കുന്നത്. ഇനി അതിൽ ഒന്നാമത്തത് മാനുഫാക്ചറിങ് എന്റർപ്രൈസ് ആണെങ്കിൽ, മാനുഫാക്ചറിങ് എ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതാം. മാനുഫാക്ചറിങ് എഴുതിയാലോ? മാനുഫാക്ചറിങ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ 3 കാറ്റഗറി വരുന്നുണ്ട്. മൈക്രോ സ്മോൾ മീഡിയം ഇങ്ങനെ വരുന്നുണ്ട്. ഏതൊക്കെയാ? മൈക്രോ സ്മോൾ മീഡിയം എന്നിങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് സ്മോൾ ബിസിനസ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ഹെഡിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മാനുഫാക്ചറിങ് എന്റർപ്രൈസ് ഒരു ഹെഡിങ് കൊടുത്തു, എ എന്ന് കൊടുത്തിട്ട്. അതിൽ മൈക്രോ ആണ് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓഫ് ദ മൈക്രോ എന്റർപ്രൈസ് റെസ്ട്രിക്റ്റഡ് ടു മാക്സിമം 25 lakh. അതായത് എല്ലാ സംഗതിയും ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്തിട്ടിരിക്കും. ഹൈഫൺ കൊടുത്ത് എഴുതിയേക്കുക മൈക്രോ എന്റർപ്രൈസ് എ എന്ന് എഴുതിയിട്ട്, അല്ലെങ്കിൽ 1 എന്ന് എഴുതിയിട്ട് കൊടുത്തേക്കുക. മൈക്രോ എന്റർപ്രൈസ് ആണെങ്കിൽ മാക്സിമം 25 lakhs എഴുതി വെച്ചോ. മൈക്രോ ആണെങ്കിൽ മാക്സിമം 25 lakhs. അപ്പോൾ മാനുഫാക്ചറിങ് എന്റർപ്രൈസ് എഴുതിയിട്ടുണ്ടാകും. 1 എന്ന് കൊടുത്തിട്ടോ എന്ന് കൊടുത്തിട്ട് എഴുതിയേക്കുക. മൈക്രോ എന്റർപ്രൈസ് ആണെങ്കിൽ എത്രയാണ്? മാക്സിമം 25 lakhs ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്മോൾ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി മൈക്രോ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എത്രയായിരിക്കും? 25 lakh ആയിരിക്കും. അതൊരാൾക്കും ഡൗട്ടില്ല. സെക്കൻഡ് വൺ, സ്മോൾ ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് സ്മോൾ എന്റർപ്രൈസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 25 lakh മുതൽ എത്രയായിരിക്കും? 25 lakh മുതൽ അവിടെ 5 crore വരെ ആയിരിക്കുള്ളൂ. 25 lakh മുതൽ 5 crore വരെ ആയിരിക്കും. എഴുതിക്കോട്ടോ, 25 lakh മുതൽ 5 crore വരെ ആയിരിക്കും. ഈ സെക്ഷൻസ് ഇപ്പം പഠിച്ചാൽ പിന്നെ നമുക്ക് നോക്കേണ്ട വരരുത് കേട്ടോ, ലൈവാ. ഓക്കെ, അടുത്തത് ഏറ്റവും ലാസ്റ്റ് മൈക്രോ കഴിഞ്ഞു, സ്മോൾ കഴിഞ്ഞു, പിന്നെ വരുന്നത് മീഡിയം ആണ് എന്നുണ്ടെങ്കിൽ സാധാരണ പറയാറുള്ളത് ഈ പറയുന്ന 5 crore മുതൽ ഏകദേശം 10 crore വരെയാണ്. കഴിഞ്ഞു. സോ ഇത്രയും കാര്യമുള്ളൂ ഈ പറയുന്ന മാനുഫാക്ചറിങ് എന്റർപ്രൈസിന്റെ സെക്ഷനിൽ പഠിക്കാനായിട്ട്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഒരു ബിസിനസ് സ്മോൾ ആണോ, മീഡിയം ആണോ, ലാർജ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഇനി അതിൽ മൈക്രോ ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, മറ്റ് സാധനങ്ങളുടെയൊക്കെ എല്ലാം ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് മൈക്രോ ആണെങ്കിൽ 25 lakh, സ്മോൾ ആണെങ്കിൽ 25 to 5 CR, മീഡിയം ആണെന്നുണ്ടെങ്കിൽ 5 CR to 10 CR ഇങ്ങനെ ആയിരിക്കുള്ളൂ. ഇതുവരെ സാർ എനിക്ക് ചോദിച്ചാൽ കിട്ടും, ഒരു ഡൗട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഫാസ്റ്റ് വേണ്ട, റൈസാനൊന്നും വേണ്ട. റൈസാൻ ഇനി എനിക്ക് ചെയ്തോരെ മാത്രമൊക്കെ വിളിക്കാൻ തോന്നും. വേണ്ട, എന്തിനാ? അടുത്ത് വിളിച്ചോട്ടെ. പ്രണയ്, പറഞ്ഞോ. സ്മോൾ, മൈക്രോ സ്മോൾ മീഡിയം ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, മൈക്രോ എന്ന് പറഞ്ഞേ. 5 എത്ര പറഞ്ഞ സാധാരണ? 25. ഓക്കെ, അടുത്തത് ടെക്സ്റ്റില് 1 CR ആണോ എല്ലാവരുടെ ടെക്സ്റ്റിലും കിടക്കുന്നത്? അതൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെ അല്ലേ? യെസ്. അത് 2 സെക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് സർവീസ് സെക്ടറും ഉണ്ട്, മാനുഫാക്ചറിംഗ് ഉണ്ട്. മാനുഫാക്ചറിങ്ങിൻ്റെ എക്സാക്ട് ഫിഗർ ഇതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് അടുത്തൊരാളെ വിളിക്കാം. അവിനാഷ് പറ.
സ്മോൾ എന്റർപ്രൈസ് ആണെങ്കിൽ എത്ര ആയിരിക്കും, മീഡിയം എന്റർപ്രൈസ് ആണെങ്കിൽ എത്ര ആയിരിക്കും? 10 crore to 50 crore. 50 crore to 250 crore. 250 crore ടെസ്റ്റിൽ അങ്ങനെ നടക്കുന്നത്. എല്ലാവരുടെ ടെക്സ്റ്റിലും അങ്ങനെയാണോ? ഒന്ന് ടാറ്റ കാണിച്ചേ. എല്ലാവരുടെ ടെക്സ്റ്റിലും തന്നിരിക്കുന്ന ഫിഗർ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതൊന്ന് ഞാനിപ്പോൾ കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. അതൊന്നിപ്പോൾ കൺഫേം ചെയ്തിട്ട് പറയാം. ഇപ്പോൾ ഈ 3 ഫേംസ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ 3ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? സ്മോൾ എന്റർപ്രൈസ്, മീഡിയം എന്റർപ്രൈസ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ മൈക്രോ എന്റർപ്രൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിരുന്നേക്കാം. ഇതിൻ്റെ ഫിഗർ ഞാനൊന്നിപ്പോൾ നോക്കിയിട്ട് ഒന്ന് കൺഫേം ചെയ്തിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അടുത്തത് സർവീസ് എന്റർപ്രൈസ്. സർവീസ് എന്റർപ്രൈസിനും ഇതേപോലെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സർവീസ് എന്റർപ്രൈസിൻ്റെയും ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ടാറ്റ കാണിക്കണം കേട്ടോ. 10 lakh, 10 to 2 crore, 2 to 5 crore. അത് വ്യത്യാസം ഉണ്ടെങ്കിൽ ടാറ്റ കാണിച്ചേ, അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ തമ്പ് കാണിച്ചേ. സെയിം ആണോ? ആണെങ്കിൽ മാത്രം ഒന്ന് തമ്പ് കാണിച്ചേ. വ്യത്യാസമുള്ളവർ ടാറ്റ കാണിച്ചു ഒന്ന്, ടെക്സ്റ്റ് ബുക്കിൽ വ്യത്യാസമുള്ളവർ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഫിഗർ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കണ്ട, അതിൽ ഇപ്പം ഇത്രയും തന്നെ പഠിച്ചിരുന്നാൽ മതി. സർവീസ് എന്റർപ്രൈസിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മൈക്രോ എന്റർപ്രൈസ്, സ്മോൾ എന്റർപ്രൈസ്, മീഡിയം എന്റർപ്രൈസ്. തൽക്കാലം അത്രയും നോക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇതിൻ്റെ ഫിഗർ ഇപ്പം നോക്കണ്ട അങ്ങനെയാണെങ്കിൽ. കാര്യം ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് 2 ആണെങ്കിൽ ഇപ്പം അത് നോക്കണ്ട, കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ സർവീസ് എന്റർപ്രൈസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എഴുതി വെച്ചോ, മൈക്രോ, സ്മോള്, മീഡിയം. വേഗം ഒന്ന് എഴുതിക്കോ, മൈക്രോ, സ്മോള്, മീഡിയം. ഓക്കെ, ഓക്കെ, അതിന് എമൗണ്ട് ഞാനിപ്പോൾ കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇതുവരെ പഠിച്ച സെക്ഷൻസ് ഡൗട്ട് ഇല്ല എന്നുള്ളവരൊന്ന് ഡാറ്റ കാണിച്ച്. ഇതുവരെ പഠിച്ച സെക്ഷൻസ് ഡൗട്ട് ഇല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതുവരെ പഠിച്ചത് എന്താ? എപ്പോഴും ഒരു ബിസിനസ് സ്മോൾ ആണോ എന്ന് കൺസിഡർ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്തിട്ടാ. MSMED 2006 മറക്കണ്ട. ആ ഒരു ബിസിനസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ശരത്തെ ഒന്ന് പറഞ്ഞേ. ആ ശരത്തിനെ വിളിച്ചിരുന്നതാണ് കൃഷ്ണ BD, സഞ്ജയ് കൃഷ്ണ, സോറി. സഞ്ജയ് കൃഷ്ണ പറഞ്ഞു നമ്മുടെ ബിസിനസിനെ മെയിൻലി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്മോൾ ബിസിനസ്സിന് ഏതൊക്കെയാ? ഓക്കെ, മാനുഫാക്ചറിങ്ങും സർവീസും. അടുത്തത് ശിവാനി പറഞ്ഞു അതിൽ 2 ബിസിനസ്സുകളെയും നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഏതൊക്കെയാ? മീഡിയം എന്റർപ്രൈസ്. ഇത്രയും പഠിപ്പിച്ച സെക്ഷൻ നോട്ട്ബുക്കിലേക്ക് എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് എമൗണ്ട് മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉള്ളൂ. എമൗണ്ടിൽ മിക്കവാറും അത് കൺഫ്യൂഷൻ വരാൻ കാരണം അതിലെ ഇൻവെസ്റ്റ്മെന്റും ടേൺ ഓവറും തമ്മിലുള്ള വ്യത്യാസത്തെ ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ഒന്നാണ്, ടേൺ ഓവർ വ്യത്യാസമുണ്ട്. സോ രണ്ടും ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. സോ ഇതുവരെ പഠിപ്പിച്ച സെക്ഷൻ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട്ബുക്ക് ഒന്ന് സ്ക്രീനിലേക്ക് കാണിച്ചേ. ഓക്കെ, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ നോക്കാനുള്ളത് കേട്ടോ. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് നമ്മുടെ റോൾ ഓഫ് MSME. ഇമ്പോർട്ടൻ്റ് ആണ് റോൾ ഓഫ് MSME. അപ്പോൾ റോൾ ഓഫ് സ്മോൾ ബിസിനസ്സസ് ഇൻ ഇന്ത്യ, അതിൽ 4 പോയിന്റ്സ് നമ്മൾ പഠിക്കണം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ സെക്ഷൻ പഠിപ്പിക്കുന്നത്. കാര്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് കേട്ടോ. ഒന്ന്, സ്മോൾ ഇൻഡസ്ട്രീസ് ആർ ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ദേ ജനറേറ്റ് മെനി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഡൗട്ടില്ല, ലേബർ ഇൻറ്റൻസീവ് ആണ്, ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സെക്കൻഡ്, ഇറ്റ് ഏൺസ് വാല്യുബിൾ ഫോറിൻ എക്സ്ചേഞ്ച്. തേർഡ് പോയിന്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ്. ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊമോട്ട്സ് ദ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 4 പോയിന്റ്സ് പഠിക്കാമല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 4 പോയിന്റ്സും പഠിക്കണം. ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം ഉറക്കം വായിക്കണം എല്ലാവരും. സംഗതി ഇത്രയേ ഉള്ളൂ. റോൾ ഓഫ് സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ എന്നുള്ളതിൽ സ്മോൾ ഇൻഡസ്ട്രീസ് ആർ ലേബർ ഇൻറ്റൻസീവ്, ജനറേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഇറ്റ് ഏൺസ് ദ വാല്യുബിൾ ഫോറിൻ എക്സ്ചേഞ്ച്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ്. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊമോട്ട് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. വേഗം ഒന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞവർ റൈസ് ഹാൻഡ് ചെയ്യുക കേട്ടോ. പഠിച്ചു കഴിഞ്ഞവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്യുക വേഗം. ഓക്കെ, ഒളിഞ്ഞു നോക്കരുതിട്ട് എവിടെയും. സാറേ പോൾ കൊടുക്കാൻ പറ്റില്ലേ? കൊടുത്തോ. ഇതൊരു 90% പോള് തന്നാ വേണ്ട, ശരിയാക്കിയാലേ. ബ്രേക്ക് 20 മിനിറ്റ് എന്ന് പറയാൻ പോയാണ്. വേണ്ട, കൊടുത്തോ.
പറയാൻ പറ്റൂലേ ഇവിടെ. അല്ലെങ്കിൽ പോട്ടെ, 90 എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 20 മിനിറ്റ് ബ്രേക്ക് തന്നേക്കാം. ഓക്കെ, ഷെയർ ചെയ്ത് കാണിച്ചോ. ആർക്ക് പോയി കണ്ടല്ലോ, ഇതാ ഇത്രയും പേര് തെറ്റിച്ചിട്ടുണ്ട്. എൻ്റെ സംശയം അതല്ല, ആ 2% കണ്ട ഹാൻഡ്ലൂം മൾട്ടിനാഷണൽ എന്ന് ചിന്തിച്ച അവരുടെ തല ഭാവിയിൽ ചിലപ്പോൾ ഏതെങ്കിലും വലിയൊരു ബിസിനസ്മാനായി മാറട്ടെ അവർ കേട്ടോ. ഓക്കെ, ബാക്കി 3 ഓപ്ഷൻ എന്തെങ്കിലും ആവട്ടെ നിൽക്കുക. ലാർജ് സ്കെയിലിൽ ഹാൻഡ്ലൂം നടത്തുന്ന, പക്ഷേ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഒരു മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് നടത്താൻ കാണിച്ച 2 പേരുടെ മനസ്സ് അത് നമ്മൾ കാണാതെ പോരുത്. ഓക്കെ, സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാനുണ്ട്, പിന്നെ അതേപോലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാനുണ്ട്. മെയിൻലി ആ പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് ഇനി പഠിക്കാനുള്ളത് കേട്ടോ. സോ വി ആർ ഗോയിങ് ഫോർ എ ഷോർട്ട് ബ്രേക്ക്. കുറച്ച് ചായ കുടിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, സ്കൂളുള്ളല്ലോ എല്ലാവർക്കും. സ്റ്റേറ്റ് എനി 4 പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ MSME. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതെങ്കിലും 4 കാര്യങ്ങൾ പറയാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമ്മുടെ മെറ്റീരിയലിൽ അതിലും കൂടുതൽ ഏകദേശം ഒരു 7 കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് പറ്റും. പ്രോബ്ലം ഫേസ്ഡ് ബൈ MSME. ആ ഹെഡിങ്സ് മാത്രം ഒന്ന് തൽക്കാലം ആദ്യം പഠിക്കുക എല്ലാവരും, അതിനുശേഷം എക്സ്പ്ലനേഷൻ നോക്കി വെച്ചേക്കാം കേട്ടോ. ഫിനാൻസ് ഫസ്റ്റ് പോയിന്റ് ആണ്, ഫിനാൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ റോ മെറ്റീരിയൽ. അതിലെ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനാഡിക്വേറ്റ് ഫിനാൻസ് ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം ഈസ് പ്രോബ്ലം ഓഫ് MSME. 2 റോ മെറ്റീരിയൽ. Quality and quantity and quality and regularity of the supply of raw material are the other problems of the MSME. ഓക്കെ, അപ്പോൾ 2 പോയിന്റ്സ് വേഗം ഒന്ന് എഴുതി വെച്ച് എല്ലാവരും പുസ്തകത്തിൽ എഴുതി വെക്കണോടൊപ്പം. പ്രോബ്ലംസ് ഓഫ് MSME എന്നുള്ളതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഫിനാൻസ്, സെക്കൻഡ് പോയിന്റ് ആണ് റോ മെറ്റീരിയൽ. സ്പീഡിൽ എഴുതിക്കോട്ടോ, ഫിനാൻസ്, റോ മെറ്റീരിയൽ. ഇത് ഓൾറെഡി നമ്മുടെ മെറ്റീരിയൽ ഉണ്ടാവും. ഒരു പ്രാവശ്യം ആ ഹെഡിങ്സ് ഒന്ന് എഴുതിയാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റൂട്ടോ, അപ്പോൾ അതിനാണ് എഴുതാൻ പറയുന്നത്. അപ്പോൾ ഫിനാൻസ്, അതേപോലെ റോ മെറ്റീരിയലിൻ്റെ കേസിൽ വരാറുണ്ട്. അടുത്ത പോയിന്റ് ആണ് മാനേജീരിയൽ സ്കിൽസ്. പ്രോപ്പറായിട്ട് എല്ലാ നോളജും ഉള്ള ഒരാളാവണമെന്നില്ല ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അടുത്തത് ഈ പറയുന്ന ക്വാളിറ്റി, അതായത് ഈ പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് പ്രോപ്പർ നോളജ് അവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ 4ാമത്തെ പോയിന്റ് എഴുതി ക്വാളിറ്റി. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, ബിലോ ഒരു ഫുൾ കപ്പാസിറ്റി ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടണമെന്നില്ല. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഡിമാൻഡ് MSME ഹാവ് ടു ഓപ്പറേറ്റ് ബിലോ ഫുൾ കപ്പാസിറ്റി. ദിസ് ടെൻഡ് ടു ഇൻക്രീസ് ദെയർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. സോ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. അടുത്തത് ടെക്നോളജി. വലിയ ഫണ്ട് മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ പുറകോട്ടായിരിക്കുള്ളൂ. അടുത്തതാണ് സിക്നസ് എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലംസ്, ലാക്ക് ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് ആൻഡ് പുവർ മാനേജീരിയൽ മാർക്കറ്റിംഗ് സ്കിൽസ് ആർ ഇന്റേണൽ. ദ എക്സ്റ്റേണൽ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ദ ഡിലേഡ് പേയ്മെന്റ്, ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ലാക്ക് ഓഫ് ഡിമാൻഡ് ഓഫ് പ്രൊഡക്റ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവിടെ സിക്നസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ അപ്പോൾ ഒരു 7 പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1 ലൈൻ എക്സ്പ്ലനേഷൻ കൂടെ മെറ്റീരിയലിൽ നോക്കിയിട്ട് നമ്മൾ പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത് 2024 നമ്മുടെ മോഡൽ എക്സാമിനും അതേപോലെ തന്നെ മെയിൻ എക്സാമിനും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് ചോദിച്ചിരുന്നത് കേട്ടോ. എക്സ്പ്ലെയിൻ എനി 5 പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ സ്മോൾ ബിസിനസ് യൂണിറ്റ്. സ്മോൾ ബിസിനസ് യൂണിറ്റ് ഇൻ അവർ കൺട്രി ഫേസ് മെനി പ്രോബ്ലംസ്, അനലൈസ് എനി 5 സച്ച് പ്രോബ്ലംസ്. ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് പറയാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ പറഞ്ഞ 7 ഹെഡിങ്സ് പഠിക്കുക. അതിൻ്റെ ഉള്ളിലുള്ള സെക്ഷൻസ്, അതായത് എക്സ്പ്ലനേഷൻ ഒരു 1 or 2 ലൈൻ എക്സ്പ്ലനേഷൻസ് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇപ്പോൾ എനിക്ക് ആ ഒരു മെയിൻ ഹെഡ്സ് ആണ് പറഞ്ഞു തരേണ്ടത്. അതിൻ്റെ ഉള്ളിലുള്ള സെക്ഷൻസും കൂടെ വായിച്ചു നോക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ നോക്കിയിട്ട് പഠിച്ചിരുന്നാൽ മതി. മെറ്റീരിയലിൽ പേജ് നമ്പർ 142 നോക്കിയാൽ കാണാൻ പറ്റും. 142. അപ്പോൾ വേഗം ആവട്ടെ, പഠിച്ചു കഴിഞ്ഞാൽ റൈസ് ആൻഡ് ചെയ്തോട്ടെ ഈ ഒരു 7 പോയിന്റ്സ്. ഹൂ ഈസ് ആൻ ഓൺട്രപ്രനർ? ഓൺട്രപ്രനർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഈ MSME അതല്ലെങ്കിൽ മൈക്രോ സ്മോൾ മീഡിയം ആ ഒരു ബിസിനസ് നടത്തുന്ന ആളെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഓൺട്രപ്രനർ എന്നുള്ളൊരു ടേം ഉദ്ദേശിച്ച് വിളിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കണ്ട. Entrepreneur is a person who undertake the risk in an activity. With the passage of time, the term entrepreneur has undergone many changes. Okay. അപ്പോൾ ഒരാൾ ഒരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ട, ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഈ ഒരു ടേം പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ കണക്ട് ചെയ്ത് വായിച്ചു പോകുന്ന സെക്ഷനാണ്. അങ്ങനെ നോക്കിയിരുന്നാൽ മതി. ഇൻ ദ സെൻസ്
എൻ്റർപ്രണർ ഈസ് എ പേഴ്സൺ ഹു അണ്ടർടേക്ക് ദ റിസ്ക് ഇൻ ആൻ ആക്ടിവിറ്റി. ഓരോ ടൈം ടു ടൈം ഈ പറഞ്ഞ മീനിങ്ങിൽ എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതെല്ലാവരും പോൾ ചെയ്താൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ പ്രോബ്ലം ഓഫ് ദ ഇൻഡസ്ട്രി? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ പ്രോബ്ലം ഓഫ് ഇൻഡസ്ട്രി? ഇൻഡസ്ട്രിയുടെ ഒരു പ്രോബ്ലം അല്ലാത്തത് താഴെ പറയുന്നത് ഏതാണ്? പ്രോബ്ലം അല്ലാത്തത് കിട്ടിയോ? തന്നോട്ടെ, ബോൾ കൊടുത്തു. എല്ലാ ഓപ്ഷനും ഉണ്ട് ബാക്കി. സോ ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ലോക്കൽ ഡിമാൻഡ്. ഈവൻ നമുക്ക് ലോക്കൽ ഡിമാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ലോജിക്കലി സംഗതി കണക്റ്റ് ആയെങ്കിൽ തമ്പ് കാണിച്ച എല്ലാവരും. ഓക്കെ, കിട്ടിയിടണം എന്തായാലും. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് വാട്ട് ഡു യു മീൻ ബൈ IPR? എന്താണ് IPR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിരിക്കുക. ഓൾ ഇൻവെൻഷൻസ് ഓഫ് ക്രിയേഷൻ ബിഗിൻ വിത്ത് ദ ഐഡിയ ആൻഡ് ദെയർ ആഫ്റ്റർ ഇറ്റ് ബിക്കംസ് ദ ആക്ച്വൽ പ്രൊഡക്റ്റ്, that is the intellectual property. He or who develop it can apply to the authority concerned under the government of India for protection. The legal rights on such products are called intellectual property rights. The IPR confers on individual or other entities the right to exclude other from the use of this creation. അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എനിക്ക് മീനിങ് മനസ്സിലായി എന്നുള്ളൊരു തലയാട്ടി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, കാണപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടുപിടിച്ചൊരു കാര്യത്തിൽ നമുക്ക് റൈറ്റ്സ് വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സാധാരണ എന്ത് പറയാറുള്ളത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. നമ്മുടെ എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ വേറൊരാൾ അയാളുടേതായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് കൊടുക്കുന്ന ഈ കോപ്പി റൈറ്റ് എന്നൊക്കെ പറയൂല, അതേപോലത്തെ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ തന്നെയാണ് IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ഓക്കെ, ഷോർട്ടായിട്ട് ഇത്രയും പഠിച്ചു വെച്ചിരുന്നാൽ മതി. All inventions of creation being with the idea and thereafter it become the actual product. Actual product ആവുന്നതിന് മുമ്പ് he or who develop it can apply to the authority concerned under the government of India for protection. അതിനുവേണ്ടി പ്രൊട്ടക്ഷൻ അപ്ലൈ ചെയ്യുന്നു. The legal rights conferred on such products are called intellectual property rights. ഓക്കെ, ആദ്യത്തെ ഒരു 3 പോയിന്റ് വേഗം ഒന്ന് പഠിച്ച എല്ലാവരും. ആദ്യത്തെ ഒരു 3 പോയിന്റ് മാത്രം. ഓക്കെ, ഫസ്റ്റ് ആ സാന്ദ്ര അറിയാത്ത പോലെ എന്തോ തിന്നു. ഓക്കെ, വേഗം ആവട്ടെ കേട്ടോ. ഉഷാറായിട്ട് പഠിക്കും. ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ കുറച്ചൊരു പഠിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അതേപോലെ എക്സ്പ്രഷൻ ഇട്ടൊക്കെ പഠിച്ചേ. കാണുന്നവർ വെറുതെ വിചാരിച്ചോട്ടെ. അബി എന്തൊരു പെർഫോമൻസ് അത്. അത് തന്നെ, വെരി ഗുഡ്. എന്തൊക്കെ പറഞ്ഞാലും ശരത്ത്. അഫ്രീന കഴിഞ്ഞാ? ഇല്ലേ? വേഗാവട്ടെ. ഒട്ടും പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ സെക്കൻഡും തേർഡ് പോയിന്റ് ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കാം കേട്ടോ. Trademark can be patented like invention and industrial design. It is a sign capable of distinguishing the goods or service of one enterprise from others. So, ഈ പോയിന്റ് പഠിച്ചിരുന്നാൽ മതി എല്ലാവരും. The trademark can be the combination of word, letters or numbers, drawing, image, symbol and even the sound. The trademark date back to ancient times when the craftsmen used put to signature on the mark on their products. So സെക്കൻഡ് പോയിന്റും തേർഡ് പോയിന്റും പഠിച്ചിരുന്നാൽ മതി ട്രേഡ് മാർക്ക് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ട്രേഡ് മാർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സൈൻ കേപ്പബിൾ ഓഫ് ഡിസ്റ്റിംഗ്വിഷിംഗ് ദ ഗുഡ്സ് ഓർ സർവീസസ് ഓഫ് വൺ എൻ്റർപ്രൈസ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നമ്മൾ 10ാം ക്ലാസ് വെച്ച് കാണിച്ചിരുന്ന ഒരു ഐക്കോണിക് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ഓർമ്മയുള്ളവരെന്ന് കാണിച്ചേ. അതാണ് എൻ്റെ ട്രേഡ് മാർക്ക്. ഓക്കെ, യെസ്.
ആ ക്രിക്കറ്റ് കാണിച്ചവനെ നീ വിളിച്ചു പോരുത്. ഓക്കെ, യെസ്, അവനെ പുറത്താക്കിയ ക്ലാസ്സിൽ നിന്ന്. ദ ട്രേഡ് മാർക്ക് ക്യാൻ ബി കോമ്പിനേഷൻ ഓഫ് വേർഡ്സ്, ലെറ്റേഴ്സ്, നമ്പേഴ്സ്, ഡ്രോയിങ്സ്, ഇമേജ്, സിമ്പിൾസ്, ഈവൻ സൗണ്ട്സ്. കേട്ടോ? ഓക്കെ ഓക്കെ, വേഗം പഠിച്ചോ. വേഗോട്ടെ. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ഓക്കെ, നിസിൻ സാറിനോട് ചോദിക്കണം നമുക്ക്. കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്, ദ ടേം കോപ്പിറൈറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ റൈറ്റ് ദാറ്റ് ദ ക്രിയേറ്റേഴ്സ് ഹാവ് ഓവർ ദയർ ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്. നമ്മുടെ ബുക്കിനൊക്കെ കോപ്പിറൈറ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. ദ വർക്ക്സ് കവേർഡ് ബൈ ദ കോപ്പിറൈറ്റ്സ് റേഞ്ചസ് ഫ്രം ദ ബുക്സ്, മ്യൂസിക്, പെയിൻറ്റിംഗ്, സ്കൾപ്ചേഴ്സ് ആൻഡ് ഫിലിംസ് ടു കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, ഡാറ്റാബേസ്, അഡ്വർടൈസ്മെൻറ്റ്, മാപ്സ് ആൻഡ് ടെക്നിക്കൽ ഡ്രോയിങ്സ്. റീപ്രൊഡക്ഷൻ ഇൻ വേരിയസ് ഫോംസ് ഓഫ് കോപ്പിയിങ്, പ്രിൻറ്റിംഗ്, റെക്കോർഡിംഗ്, പബ്ലിക് പെർഫോമൻസ് ഓർ അഡാപ്ഷൻ ആർ പ്രൊഹിബിറ്റഡ്. സോ ഇതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് പോയിന്റ് മാത്രം ഒന്ന് തൽക്കാലം പഠിച്ചു വെച്ചിരുന്നാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ്സ് ഒന്ന് നോക്കിയേക്കുക. ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയാണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, കോപ്പിറൈറ്റ് സാധാരണ എടുക്കാറുള്ളത്. അത് പിന്നീട് ഏതെങ്കിലും ഫോംസിൽ പ്രചരിപ്പിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്, അതായത് ശിക്ഷാർഹമായിരിക്കുള്ളത്. ഓക്കെ, അതിൻ്റെ ഓണർക്ക് പിന്നെ അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ തമ്പ് കാണിച്ച് എല്ലാവർക്കും പറഞ്ഞത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, വേഗം ഒന്ന് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും പഠിക്കാനായിട്ടൊരു 2 മിനിറ്റ് മാക്സിമം. ഓക്കെ, ഐറിൻ കഴിഞ്ഞാ ഇല്ലേ? ഓക്കെ, നീ ഇതേ ഡ്രസ് ഇട്ടപ്പോഴല്ലേ അതിൻ്റെ ഒരു സ്പോട്ട് ചെയ്ത് കാണിച്ചു ഞാൻ. വേഗമാവട്ടെ, ഒരു 1 മിനിറ്റിനുള്ള പഠിച്ചു തീർക്കണം കേട്ടോ. ആദ്യത്തെ കാര്യമാണ് മെയിൻ പോയിന്റ്. ഡിസ്ക്രൈബ് ദ റൈറ്റ്സ് ദാറ്റ് ക്രിയേറ്റേഴ്സ് ഹാവ് ഓവർ ദയർ ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്സ്. എന്തൊക്കെ കാര്യങ്ങൾക്ക് എടുക്കാം, പ്രിൻറ്റിങ്, സ്കൾപ്ചർ, ഫിലിം, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എക്സെട്ര. ഇതിൻ്റെ റിപ്രൊഡക്ഷൻ ഇൻ എനി ഫോംസ് ഓഫ് കോപ്പിംഗ്, പ്രിൻറ്റിംഗ്, റെക്കോർഡിംഗ്, പബ്ലിക് പെർഫോമൻസ്, ഇതെല്ലാം പ്രൊഹിബിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വേഗം ആയിക്കോട്ടെ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് ഇതെല്ലാം സെയിം കൺസെപ്റ്റായിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. Inventions are protected by patent. The owner of the invention can get his invention registered under the patent, provide the patent owner with the right to decide how or whether the invention can be used by others. മറ്റൊരാൾ ഉപയോഗപ്പെടുത്താമോ അതല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ അതേപോലുള്ള കാര്യങ്ങൾ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, പേറ്റന്റ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ സെക്കൻഡ് പോയിന്റ് മാത്രം ഒന്ന് പഠിച്ചിരുന്നാൽ മതി കേട്ടോ. ഇപ്പോൾ in exchange for this right, the patent owner makes his technical information about the invention in the published documents. A published patent document വേറെ ആൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ a patent is granted for a period of 20 years from the date of filing the application of the patent. അപ്പോൾ മാക്സിമം ടൈം പീരീഡ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 വർഷമാണ്. ആഫ്റ്റർ ദിസ് പീരീഡ് ദ ഇൻവെൻഷൻ സാധാരണ പബ്ലിക്കിന് എന്ത് ചെയ്യും, അവൈലബിൾ ആകും. സോ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ഈ പറഞ്ഞ സെക്കൻഡ് പോയിന്റ് മാത്രം ഇപ്പോൾ ഒന്ന് പഠിച്ചാൽ മതി വേഗം കേട്ടോ. ഓക്കെ, വേഗം. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചിരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം ഇതാ, എക്സ്പ്ലെയിൻ ഇനി 5 പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ സ്മോൾ ബിസിനസ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ട് ആ ഒരു റോൾ എന്താണെന്നുള്ളത് നോക്കിയേക്കുക. ഓൾറെഡി ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്മോൾ മീഡിയം എന്നുള്ളത് അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കി. അതിൽ എമൗണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോക്കിയാൽ മതി. ക്ലിയർ ആണെങ്കിൽ തമ്പ് കാണിച്ച എല്ലാവരും എമൗണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോക്കിയാൽ മതി. മൂന്നാമതായിട്ട് ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നോക്കുക കേട്ടോ. ആ ഒരു പ്രോബ്ലംസ് കറക്റ്റായിട്ട് നോക്കിയേക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് പഠിച്ച പേറ്റൻറ്റും കോപ്പിറൈറ്റും. ഈ ഒരു ചാപ്റ്ററിൽ ഇത്രേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളവിടെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച എല്ലാവരും. ഓക്കെ, സോ ഇത്രയും ഭാഗം നല്ല അടിപൊളിയായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സാം എന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയും.